നമസ്കാരം. ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. ജൈവ കർഷക സംഗമം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ചു. ജൈവ കാർഷിക മിഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ജൈവ കർഷകരുടെ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ഫാം ക്ലബ് അംഗങ്ങൾ, പ്രധാന ജൈവ കർഷകർ, ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപുഴ കൃഷി ഓഫീസർ കുമാരി അഞ്ജു പി പദ്ധതികൾ വിശദീകരിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ഗീത പി, സുരേഷ് കുറ്റൂർ, ജൈവ കർഷകൻ കുര്യൻ എന്നിവർ സംസാരിച്ചു. ജൈവ കർഷകരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി തുടർ പ്രവർത്തനം ആസൂത്രണം ചെയ്യുമെന്നും അറിയിച്ചു. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര മീറ്റിംഗ് എന്നുള്ളത്. അപ്പൊ ആ പേരിലുള്ളത് പോലെ തന്നെ ജൈവ കാർഷിക മിഷൻ, ആ പേരിലുള്ള പോലെ തന്നെ ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സർക്കാർ ഒരു പദ്ധതി പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും ജൈവ കർഷകരെയും അതേപോലെ തന്നെ ജൈവ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള കർഷകരെയും നമ്മൾ ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുന്നവരോടൊക്കെ പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്ക ഗ്രൂപ്പുകളിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ സ്വാഗതത്തിലേക്ക് പറയുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് എന്താണ് ഈ ജൈവ കാർഷിക മിഷൻ എന്താണെന്നോ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളതെന്ന് ചെറുതായി പറയാം. അപ്പൊ ഈ ജൈവ കാർഷിക മിഷൻ എന്ന് പറയുന്നത് ഒരു മിഷൻ, ആ പേരിലെ പോലെ തന്നെയാണ്. അതായത് ഒരു 5 വർഷ കാലയളവിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ രൂപീകരിച്ചൊരു പദ്ധതിയാണ്. അതായത് ഓരോ വർഷവും കുറഞ്ഞത് കേരളത്തിൽ 10,000 ഹെക്ടറെങ്കിലും മിനിമം ജൈവ കൃഷി ചെയ്യുകയും അങ്ങനെ ഒരു 5 വർഷം കൊണ്ട് ഒരു 50,000 ഹെക്ടർ സ്ഥലത്തോളം ജൈവ കൃഷി തുടങ്ങാനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു അശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ അല്ലെങ്കിൽ കൂടുതൽ വളം, കൂടുതൽ കീടനാശിനി, ആ രീതിയിൽ തന്നെ നമ്മുടെ ഇപ്പം മണ്ണാണെങ്കിലും ജലാണെങ്കിലും നമ്മുടെ ഭക്ഷണം എല്ലാം തന്നെ ഒരു മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു മാറ്റം എന്ന രീതിയിൽ ഒരു ജൈവ കൃഷിയിലേക്ക് ഒരു ചുവടുമാറ്റം അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ അല്ല, മുന്നേ ഒരു 10 വർഷം മുമ്പേ തന്നെ ഈ ജൈവ കൃഷിയിലേക്ക് ഒരു താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതുക്കിയ ജൈവ കാർഷിക നയങ്ങളൊക്കെ മുന്നേ വന്നിരുന്നു. അപ്പൊ കുറെ പേര് ഇപ്പം ജൈവ കൃഷിയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ജൈവ കൃഷി ചെയ്യുന്ന എന്നിരുന്നാലും ഇപ്പൊ ജൈവ കൃഷിയെ കുറിച്ച് ആ ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാത്ത കുറെ പേരുണ്ട്. എന്നാൽ അറിഞ്ഞിട്ടും അത് നടിക്കാത്ത കുറെ പേരുണ്ട്. അപ്പൊ അവരെയും കൂടി നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണം. പൂർണ്ണമായും ചെയ്യുന്ന കുറച്ച് കർഷകരെയാണ് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കർഷകരുടെയും ഒരു ഡാറ്റാ ബേസ്, അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് നമ്മുടെ ജൈവ കർഷകരെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വേണം. അതേപോലെ തന്നെ ഇവരെല്ലാവരോടും പെട്ടെന്ന് നിങ്ങളെ സ്ഥലം ജൈവമാക്കി തീർക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും അതിൽ ചെറിയൊരു ശതമാനം, ഒരു 10 സെന്റാണ് നിങ്ങളിപ്പം ജൈവ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ 10 സെന്റ് മതി. അങ്ങനെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ജൈവ കൃഷി തുടങ്ങി അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അപ്പൊ നമ്മളെ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും ഇത്തരത്തിൽ ഇപ്പൊ ഒരു 5 വർഷം നമ്മൾ പറയുന്നതാണ്. പക്ഷെ അല്ലാതെയും ഈ പറഞ്ഞ പോലെ ഒരു ജൈവ കൃഷി വ്യാപിപ്പിക്കുകയും അതേപോലെ തന്നെ ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് സാധാരണ ഉൽപ്പന്നങ്ങളെക്കാളും കൂടുതൽ വില കിട്ടണം, ആ രീതിയിലോട്ടേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത്. 5 വർഷത്തെ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് നമുക്കൊരു മിഷൻ ഏൽപ്പിച്ചു തരികയാണ്. നമ്മുടെ കാർഷിക മേഖലയെ ജൈവ കാർഷിക രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും ഒക്കെ മുക്തി നേടിക്കൊണ്ട് നമ്മുടെ ആരോഗ്യപരമായ ഒരു സമൂഹം കെട്ടിപ്പടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന ജൈവകേരള മിഷൻ, ആ മിഷന്റെ രൂപീകരണ യോഗം എന്ന് വേണമെങ്കിൽ പിന്നെ പറയാം. നമ്മളിതിന് ആദ്യമായി മുൻകൂട്ടി ഒരു ADC യോഗമൊക്കെ ചേർന്നിരുന്നു. അവിടെ നിന്നും കൂടുതൽ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൈവകൃഷി ചെയ്യുന്നവരെയും ഇനിയും ജൈവകൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവരെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണം തന്നെ. നമ്മൾ 2 തരത്തിലാണ് അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് പണം ലഭിക്കാനുള്ള അവസരം മഹാഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. അതോടൊപ്പം എന്തും വില കൊടുത്ത് വാങ്ങുക എന്നുള്ള സംസ്കാരം കൂടി, പണം കൊണ്ടാൽ വില കൊടുത്ത് വാങ്ങാം, വില കൊടുത്ത് വാങ്ങാനുള്ള സംസ്കാരം കൂടി നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട്. സാധനം യഥേഷ്ട മാർഗം ലഭിക്കുന്നു. അപ്പോൾ ഈ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി വളരെ മൂന്നാമത്തെ കാരണമുണ്ട്. കൃഷി ഇപ്പോൾ
ജൈവ രീതിയിൽ സാധിക്കാത്ത ഒരവസ്ഥ കൂടി നമുക്കുണ്ട്. നാലാമതൊരു മാർക്കറ്റിൻ്റെ പ്രശ്നമുണ്ട്. ജൈവ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കച്ചവടക്കാർ എടുക്കാത്ത ഒരവസ്ഥയുണ്ട്. കാരണം കർണാടക തമിഴ്നാട്ടിൽ വരുന്ന പച്ചക്കറികൾ ദീർഘകാല ഒരാഴ്ച വരെ അത് കേടുകൂടാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ നമ്മുടെ ജൈവ കൃഷി കൂടുതൽ നിൽക്കാത്തതുകൊണ്ട് അതിന് കൂടുതൽ കച്ചവടക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജൈവ കൃഷി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് കുറച്ച് കുറവായി. അപ്പോൾ ഇനി നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ജൈവ കാർഷിക മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അത് വെറുതെ പറഞ്ഞു പോലല്ല, നമ്മുടെ ആക്ഷനിലേക്ക് കടക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇനി നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പും കൃഷി വകുപ്പും ഒത്തിണങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി എന്ന് വെച്ചാൽ രോഗത്തിനെ കുറിച്ചിട്ടും ബാലേട്ട പറഞ്ഞതുപോലെ തന്നെ ദിനം പ്രതി ആശുപത്രികൾ ഇങ്ങനെ കൂടുപോലെ മുളച്ച് പൊന്തുകയും അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങളും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എത്ര മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റാത്ത അതുപോലത്തെ രോഗങ്ങൾ നമ്മളെ ദിനംപ്രതി കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൃഷിക്കാർ മാത്രം വിചാരിച്ചാലേ ആ കാര്യം ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി അവർ എത്ര മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ആരോഗ്യം കിട്ടണമെങ്കിൽ അതുപോലെ പ്രകൃതിയിൽ തന്നെ ഒരു ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ കൃഷിക്കാർ തന്നെ ചിന്തിക്കണം. മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. 2016 കേരളം ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ഭക്ഷ്യസുരക്ഷ, സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ജീവനി, എൻ്റെ ആരോഗ്യം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ സുഭിക്ഷ കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഈ പദ്ധതികളെല്ലാം തന്നെ ലക്ഷ്യമിടുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യമാണ്. ഈ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ബാലാട്ടൻ സംസാരിച്ചതുപോലെ തന്നെയാണ് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃഷി വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പരിശോധന നടത്തിയിട്ടുണ്ട്. കൃഷി വകുപ്പിന് ഒരു 2-3 വർഷം മുമ്പ് ഒരു ഡയറക്ടറെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരുന്നു. ഡോക്ടർ വാസുകി IAS എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. അവര് യഥാർത്ഥത്തിൽ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് നടത്തിയിട്ടുള്ള ഡോക്ടർ ആയിരുന്നില്ല, അവരൊരു MBBS ഡോക്ടർ തന്നെയായിരുന്നു. അവരാണ് ആദ്യമായി ആരോഗ്യ വകുപ്പുമായി കൃഷി വകുപ്പിനെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തിയത്. അതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞത് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം, ഇനി കേരളത്തിലെ പൊതുജനാരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ അത് കൃഷി വകുപ്പ് തന്നെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ആരോഗ്യ വകുപ്പിന് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാനും ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും മാത്രമേ സാധിക്കൂ. ആരോഗ്യം വരാതിരിക്കണമെങ്കിൽ കൃഷി വകുപ്പ് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതുമായിരുന്നു. കേരളത്തിലൊരു ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആയുർദൈർഘ്യം ഉണ്ടാകുന്നത്? ആരോഗ്യ സംവിധാനത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് ആയുർദൈർഘ്യം ഉണ്ടാകുന്നത്. അല്ലാതെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നടപ്പിലാക്കുന്ന പഴയ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ദൗത്യമാണ്. ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായും ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള പ്രവർത്തനത്തെയാണ് നമ്മളൊരു മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്. ഈ 5 വർഷം നീണ്ടു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇതൊരു ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കുക എന്നുള്ളതാണ്. പുതിയ തലമുറയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ, പഴയ തലമുറയല്ല. പരിശോധന നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം സംഭവിക്കുന്നത് 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഇതൊരു 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷത്തിനുള്ളിൽ സംഭവിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ക്യാൻസർ രോഗ ആശുപത്രി ഇവിടെ വരുന്നത് 1981 റീജിയണൽ ക്യാൻസർ സെന്റർ. ഒരു ആശുപത്രി സ്ഥാപിക്കുന്നത് ആ ആശുപത്രിക്ക് പ്രവർത്തിക്കാനുള്ള രോഗികൾ കൂടുതൽ സമൂഹത്തിൽ പെരുകുമ്പോഴാണ് ആശുപത്രി സ്ഥാപിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് 1980-കളിലൂടെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ച സമയത്താണ് ഇവിടെ മലബാർ ക്യാൻസർ സെന്റർ 20 വർഷത്തിന് ശേഷം സ്ഥാപിക്കുന്നത്. ഇന്ന് എല്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സിക്കുന്ന ഓങ്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ പരിശോധന നടത്തിയിട്ട് സംശയം തോന്നുന്ന രോഗികളെ നമ്മളെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് അയക്കുമ്പോൾ ഒരു ദിവസം പുതിയതായി 6 പേർക്ക് ക്യാൻസർ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതായത് മരുന്ന് കഴിക്കാനല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആഹാരമായിരിക്കണം ഔഷധമെന്നും നമ്മളുടെ അധ്വാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യമെന്നുമാണ്. അധ്വാനം ആരോഗ്യമാണ് എന്ന് പറയണമെങ്കിൽ ഓരോ അധ്വാനവും ഒരു കാർഷിക പ്രവർത്തനമാണ്.
ഇതിനിടയിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ സുദീപ് എന്ന തിരുവനന്തപുരം ചിത്തിര മെഡിക്കൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഡോക്ടർ സുദീപ് എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ 15 ഡോക്ടർമാര് ഒരു ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചു. ഏറ്റവും തിരക്കുള്ള ആശുപത്രിയാണ് അവിടെ. അവരുടെ തിരക്കിനിടയിലും ജൈവ കൃഷിക്ക് തുടക്കം കുറിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊരു മാതൃകയാകുന്നതിന് വേണ്ടിയാണ് ജൈവ കൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിഷൻ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, കൃഷി വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാട്ടിലെ പൊതുജന ആരോഗ്യമാണ്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് എങ്ങനെ നമ്മുടെ മണ്ണിന്റെ ഘടന മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ കാർഷിക സംസ്കാരം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ പല കാർഷിക മേഖലയിലും ഇടപെട്ട സമയത്ത് മനസ്സിലായത് കുറേ ജൈവ കർഷകർ ഇവിടെയുണ്ട്. രാസവളങ്ങളും രാസകീടനാശിനികളും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല എന്നല്ല, കൃഷി വകുപ്പ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള അളവിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് പൂർണ്ണമായി നശിച്ചു പോകും എന്നുള്ള വിശ്വാസം ഉണ്ടാകരുത്. പക്ഷെ നമ്മൾ പ്രയോഗിക്കുന്നത് നിയന്ത്രിത അളവിലല്ലാത്തത് കൊണ്ടാണ് മണ്ണ് മുഴുവനായും നശിച്ചു പോകുന്നത്. നിങ്ങൾ കളച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർഷകന്റെ കലപ്പ എന്ന് പറയുന്ന മണ്ണിര തിരികെ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിരയൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ നിന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിന്റെ ഘടന മാറിയതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിര തിരികെ വരുന്ന അവസ്ഥയുണ്ട്. എല്ലാവരെയും പരിചയമുള്ളതാണ്. മേഡം ഇങ്ങനെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ 2018 സുരേഷ് സാർ പറഞ്ഞല്ലോ, ഡോക്ടർ ബാസുദി മാഡം IAS, സുനിൽകുമാർ മിനിസ്റ്റർ ആക്കിയ സമയത്താണ് അവരാണ് ഇതിൽ കൂടുതൽ താല്പര്യം എടുത്തിട്ട് ഈ മിഷൻ കൊണ്ടുവന്നത്. മാഡമായിട്ട് നല്ല പരിചയമുണ്ട്, മാഡം ഇവിടെ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഗയിൽ അന്ന് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ സംസാരിക്കാനിടയായി. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. മാഡം അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. ഡോക്ടർ മാഡം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ന് പുതിയതായി ഉണ്ടായ ഒരു കാര്യമല്ല. അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പ് കർശനമായി തന്നെ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു, നമ്മുടെ കാർഷിക നയങ്ങളിൽ കാതലായ മാറ്റമുണ്ടാകണം, അല്ല എങ്കിൽ ഭാവി തലമുറ ഇവിടെ ഒരു രോഗികളുടെ സമൂഹമായിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു രീതി. അതിനു വേണ്ടിയിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിലാണ്, പ്ലാനിംഗ് ബോർഡിലൊക്കെയാണ് ഇത് അവതരിപ്പിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BPKP ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. നമുക്ക് വേണ്ട NPK കണ്ടൻസ് നമുക്കറിയാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. നമുക്ക് ചാരവും ചാണകവും പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാഷ് അങ്ങനെ ബാലൻസ്ഡ് ആക്കാൻ പറ്റും. മറിച്ച് അതല്ല, ഇതിനെ ഡീകമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് രാസവളത്തെ വെല്ലുന്ന ജൈവവളമാക്കി മാറ്റാൻ പറ്റും. ഒപ്പം ബാക്കി വരുന്ന 17 സൂക്ഷ്മ മൂലകങ്ങൾ ഈ ജൈവ കൃഷിയിലാണെങ്കിലും രാസകൃഷിയിലാണെങ്കിലും അടിസ്ഥാനപരമായി കാൽസ്യം കണ്ടന്റ് മണ്ണിൽ ഉണ്ടാവണം. അത് ഇൻഡോസെറ്റ് അടക്കം നിർദ്ദേശിക്കുന്നതാണ്. അതിൻ്റെ അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് നമുക്ക് എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷൻ്റെ അവസരത്തിൽ അവർ പിന്നെ മണ്ണ് ഇപ്പോൾ റാൻഡം ഇൻസ്പെക്ഷനാണ്. ഈ റാൻഡം ഇൻസ്പെക്ഷനിൽ മണ്ണ്, വെള്ളം, കായ, പൂവ്, ഇല, തണ്ട് എല്ലാം അവർ കൊണ്ടുപോയി അനലൈസ് ചെയ്യും. എന്നിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ. 10-20 വർഷം നമുക്കത് നിലനിൽക്കുക അത്ര റിസ്ക്കിയാണ്. പക്ഷെ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏലക്കായ വിൽക്കുന്ന 3000 രൂപയ്ക്ക് കിലോയ്ക്ക്. ഇപ്പോഴാണ് ഏലക്കായ്ക്ക് വില. അതുപോലെ ഈ വർഷം കുരുമുളക് 900 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ 650-700 കഷ്ടിയുള്ളൂ. കോഫി ആണെങ്കിലും 300 രൂപ. കഴിഞ്ഞ വർഷം ഇഞ്ചി വിറ്റതാണെങ്കിലും 300-350 രൂപ വില ഉണ്ടായിരുന്നു. പക്ഷെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥിരമായി വാങ്ങുകയാണ് നമ്മൾ. പിന്നെ ചേമ്പ്, ചേന, കപ്പ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇത് നിങ്ങൾക്ക് അറിയില്ലേ പറയാം. പയ്യന്നൂർ ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള ഒരു ഇക്കോ ഷോപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മളിവിടെ പച്ചക്കറിയൊന്നും വിൽക്കാൻ നിവൃത്തിയില്ലാതെ ഇതുവരെ അവിടെ 60 രൂപയിൽ താഴെ ഏത്തക്കായ്ക്ക് വില വന്നിട്ടില്ല. പക്ഷെ ഓർഗാനിക്കിൽ ഉണ്ടാക്കണം. കഴിഞ്ഞ കുറച്ച് കാലമായി ആർട്ടം സംരംഭകരുടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ 70ഓളം വരുന്ന സംരംഭകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ പുതുതായി വരുന്ന സംരംഭകർക്ക്, താല്പര്യത്തോടെ വരുന്ന സംരംഭകർക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ഈ
കാസർഗോഡ് കണ്ണൂർ മേഖലയിൽ ടൂറിസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ പുറം ലോകത്തെ ടൂറിസം ലോകത്തെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്യമത്തിലാണ് ആട്ടം. അതിന് മുന്നോടിയായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആർട്ടം കാസർഗോഡ് ജില്ലയിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ടൂറിസം ദിനത്തിൽ ഫോറസ്റ്റ് വാക്ക്, പുരാതന ശിലാന്യാസത്തെക്കുറിച്ചുള്ള അറിവ് തേടൽ, അതുപോലെ തുളുനാട് മൺസൂൺ ട്രെയിൽ എന്ന ചരിത്രശേഷിപ്പുകളെയും ചരിത്രത്തെക്കുറിച്ചും കാസർഗോഡിൻ്റെ കണ്ണൂരിൻ്റെയും തനത് ഭക്ഷണ വൈവിധ്യത്തെയും സംസ്കാര വൈവിധ്യത്തെയും അതുപോലെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന നമ്മുടെ ടൂറിസം സാധ്യതകളെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്യമത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമായി ചെറുപുഴ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി നമ്മൾ ഇവിടെയും ആ ഉദ്യമത്തിന് ഇന്ന് തുടക്കമിടുകയാണ്. അതിന് തുടക്കമെന്നോണം ചേസിംഗ് മൺസൂൺ എന്ന പേരിൽ മഴക്കാലത്ത് പൊതുവെ ടൂറിസം മന്ദഗതിയിലായ സമയത്ത് ഏറ്റവും അനുയോജ്യമായ ടൂറിസം നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ചെറുപുഴ പഞ്ചായത്ത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2-3 ദിവസമായോടെ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.